ഇത് ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തൊരു സ്ഥിതിയാണ് ഈ തിരുവനന്തപുരം തലസ്ഥാന നഗരിയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കാരണം ഈ സ്മാർട്ട് സിറ്റി പദ്ധതി എന്ന് പറഞ്ഞിട്ട് എത്ര കാലമായി ഈ പണി തുടങ്ങിയിട്ട്. ഇത് ഒരു കൊല്ലത്തിനു മുമ്പ് തീരേണ്ട പദ്ധതിയാണ്. 2022 ഈ പദ്ധതി പൂർത്തീകരിക്കേണ്ടതാണ്. മറ്റു പല നഗരങ്ങളിലും ഈ പദ്ധതിയൊക്കെ പൂർത്തീകരിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞു. ഇവിടെ നഗരസഭയുടെയും ഗവൺമെന്റിന്റെയും കെടുകാര്യസ്ഥതയും അവരുടെ ഒരു അലംഭാവം കൊണ്ടാണ് ഈ പദ്ധതി നീണ്ടുപോയത്. പക്ഷെ ആരംഭിച്ചു. നഗരത്തിലെ മുഴുവൻ റോഡുകളും ഒറ്റ സ്റ്റെപ്പിൽ തീർക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രധാനപ്പെട്ട മുഴുവൻ റോഡുകളെയും വെട്ടിപ്പൊളിച്ച് കാൽനട യാത്രക്കാർക്ക് പോലും സഞ്ചരിക്കാൻ കഴിയാത്ത രീതിയിൽ ഇത്ര ഒരു ഗതികെട്ട സ്ഥിതിയിൽ ഈ തലസ്ഥാന നഗരിയെ മാറ്റിയിട്ട് ഗവൺമെന്റിന്റെയും കോർപ്പറേഷന്റെയും അനാസ്ഥ തന്നെയാണെന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും സംശയമുണ്ടോ? ഇവിടെ ഇപ്പോ ഞാൻ പറയുന്നത് ഇപ്പം വേനൽക്കാലമായതുകൊണ്ട് ഈ വെള്ളക്കെട്ടും പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. പെട്ടെന്ന് മഴ വന്നു. കാലവർഷം വരാൻ പോവുകയാണ്. ഇതിപ്പോ ന്യൂനമർദ്ദത്തിന്റെ പേരിലുള്ള മഴയാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. ഈ നഗരം മുഴുവൻ കുളമായി മാറിയിരിക്കുക. പ്രധാനപ്പെട്ട റോഡുകൾ ഇപ്പൊ ഒരു ദിവസം അതിൽ കുഴികളാണ് പലയിടത്തും. അവിടെ കുഴിയുണ്ടെന്ന് പറഞ്ഞ ബോർഡ് പോലും വെച്ചിട്ടില്ല. ആളുകൾ എങ്ങനെ നടന്നു പോകും വഴിയിലൂടെ? നടന്നു പോകുമെന്ന് പറഞ്ഞാൽ ഞാനിപ്പോ എൻ്റെ ഒരു സുഹൃത്തിനെ ഇന്നലെ വിളിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറയുകയാണ് വണ്ടി ഇറക്കാൻ നിവർത്തിയില്ല, റോഡ് വെട്ടിപ്പൊളിച്ചിട്ടിരിക്കുക. ഇത് എല്ലാ പ്രദേശത്തുമുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ ഹോളി ഏഞ്ചൽസ് കോൺവെന്റിന്റെ ആ റോഡിനെ കുറിച്ച് ഒരു ദിവസം ജനറൽ ഹോസ്പിറ്റൽ വഞ്ചിയൂർ റോഡ് ഒരു ദിവസം അവിടുത്തെ സിസ്റ്റേഴ്സും അവിടുത്തെ കുട്ടികളും എല്ലാം കൂടി റോഡിൽ ഇറങ്ങി നിൽക്കുകയാണ്. കാരണം നടു റോഡ് വെട്ടിപ്പൊളിച്ചിട്ട് രണ്ട് സൈഡ് മണ്ണിട്ട് ആ കാൽനട യാത്ര സ്കൂളിൽ പോലും പോകാൻ കഴിയാത്ത സാഹചര്യമാണ്. ഇതാരുമില്ലേ ചോദിക്കാനും പറയാനും? ഞങ്ങളൊക്കെ അവിടെ പോയി, അവിടെ നാട്ടുകാരും ഞാൻ അവിടെ പോയി കളക്ടറെ വിളിച്ച് സംസാരിച്ച് 2 ആഴ്ചക്കകത്ത് പണി തീർക്കാം, ഒരു സൈഡെങ്കിലും മണ്ണ് മാറ്റി കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ ഇതെന്താണ്? ഇതിനെക്കുറിച്ച് ചിന്തിക്കാനും ജനങ്ങളുടെ ബുദ്ധിമുട്ടുകളെയും പ്രയാസങ്ങളെയും മനസ്സിലാക്കാനും കഴിയാത്ത ഒരു ഭരണ സംവിധാനമാണോ ഇവിടെ ഉള്ളത്? ഇവിടെ ഈ കഴിഞ്ഞ മാർച്ച് 31 ഈ പണി മുഴുവൻ തീരുമെന്ന് പറഞ്ഞതാണ്. അത് കഴിഞ്ഞ് മെയ് 31 പറഞ്ഞു. മെയ് 31 ആകാൻ പോവുകയാണ്. സ്കൂളുകൾ തുറക്കാൻ പോവുകയാണ്. ഇത് ഒരു യഥാർത്ഥത്തിൽ ഇതിന്റെ ഒരു ഭരണകൂടത്തിന്റെ ഇത്രയും വലിയ ഒരു പിടിപ്പുകെട്ട ഒരു ഭരണം, ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ഒന്നും ഞങ്ങളോട് ചോദിക്കാനും പറയാനും ഒന്നും ആരുമില്ല, എന്ത് ചെയ്താലും എന്നുള്ള രീതിയിലുള്ള ഒരു സ്ഥിതിവിശേഷമാണ് ഈ തിരുവനന്തപുരത്തുണ്ടായിട്ടുള്ളത്. ജനങ്ങളെ വെല്ലുവിളിക്കുകയാണ് ഇവർ. ജനങ്ങളുടെ ജീവിതത്തെ അവരുടെ സ്വൈര ജീവിതത്തെ തകർത്തിട്ട് കൊണ്ട് അവർക്ക് പുറത്തിറങ്ങി നടക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യത്തിൽ ഇപ്പൊ മഴ വന്നപ്പോൾ ഇരട്ടി ദുരിതമായി മാറിയിരിക്കുന്നു. ഇതിനെക്കുറിച്ച് അടിയന്തരമായ നടപടികൾ സ്വീകരിച്ചില്ല എങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി ജനങ്ങൾ മുന്നോട്ട് പോകും. അതിനൊക്കെ ഞങ്ങൾ നേതൃത്വം കൊടുക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്.